ഹേ എവ്രി വൺ വെൽക്കം ടു ബൈ ഫിദ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ എങ്ങനെ പാസ്സായത് എന്നുള്ളൊരു കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആസ് യൂഷ്വൽ ഇത് അൺഫിൽറ്റേഡ് ഫിദയുടെ ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസസും എൻ്റെ ഒപ്പീനിയൻസും എൻ്റെ പെർസ്പെക്റ്റീവ്സുമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്തു, എൻ്റെ എക്സ്പീരിയൻസസ് ആണ് മൊത്തം ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇയറിൽ, ഞാൻ എങ്ങനെയാണ് പാസ്സായത്, ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചു, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ മാറ്റം വരുത്താം, അതിൽ നിന്ന് എങ്ങനെയൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. എക്സ്ട്രാ ഇൻ ദ സെൻസ് കുറച്ചും കൂടെ നന്നായിട്ട് ഞാൻ ചെയ്ത തെറ്റുകളിൽ എന്തൊക്കെ തിരുത്തി വരുത്താം എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്ന ഭാഗമായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇയർ കയറി കഴിഞ്ഞാൽ ഞാൻ കണ്ടത് 2 ടൈപ്പല്ല 3 ടൈപ്പ് ആളുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി മാത്രം വന്ന ആളുകൾ, 2 എന്ന് പറഞ്ഞാൽ പഠിക്കാനും കുറച്ച് എൻജോയ് ചെയ്യാനും വന്ന ആൾക്കാർ, 3 എന്ന് പറഞ്ഞാൽ വെറും എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ആളുകൾ. അപ്പം നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ളൊരു എയിം എന്താ, അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക ലൈഫിൽ എപ്പോഴും തന്നെ. നിങ്ങൾക്ക് പഠിച്ച് എവിടെയെങ്കിലും എത്തണം എന്നാണെങ്കിൽ, നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാളുമാണെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി പഠിക്കുക മാത്രം ചെയ്യണം. ഇത് എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. കാരണം എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു ഒരു സമയത്ത്. എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കുമ്പോൾ പഠിക്കുക തന്നെ വേണം, അങ്ങനെയാണ്. എൻജോയ് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കൂടുതലൊരു 3rd പാർട്ടായിരുന്നു. ഞാൻ ആ 3rd ഗ്രൂപ്പിലായിരുന്നു കുറേയൊക്കെ ഫസ്റ്റ് ഇയറിൽ. ഞാൻ പഠിക്കുന്നത് ഞാൻ ഡെയിലി പഠിക്കാറേ ഇല്ലായിരുന്നു. സെഷനൽസ് വരുമ്പം തന്നെ കുറച്ചൊക്കെ പഠിക്കും, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒട്ടും സീരിയസ്നെസ് ഇല്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ കയറിയ ഒരു അതൊന്നും ഇല്ലായിരുന്നു. ഒരു പേടിയൊന്നും ഇല്ലാതെ ഞാൻ ഏറ്റവും കൂടുതൽ ഉഴപ്പിയ വർഷം ഫസ്റ്റ് ഇയർ ആയിരിക്കും. കുറേ പേര് ഏറ്റവും കൂടുതൽ പഠിച്ച വർഷം ഫസ്റ്റ് ഇയർ ആയിരിക്കും. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉഴപ്പിയ വർഷം ഫസ്റ്റ് ഇയർ ആയിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് എൻജോയ് ചെയ്യണം. ഞാൻ കോളേജിൽ കയറിയല്ലേ, അപ്പം ഞാൻ കുറച്ച് വർഷം നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വർഷം വെച്ചാൽ 3 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ കോളേജിൽ കയറിയപ്പോൾ എനിക്ക് ഞാൻ അത്രയും കാലം കുറച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് കോളേജിൽ കയറിയപ്പം എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ആ ഒരു ഇത് വരും. അപ്പം ഞാൻ അത്ര ഡെയിലി ഒന്നും പഠിക്കാറില്ല. ഇവൻ ഞാൻ സെഷനൽസ് പോലും കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ഇൻ ദ സെൻസ് ഞാൻ എഴുതിയിട്ടില്ല. അപ്പം നമ്മൾ അതിന് കൂട്ട് വേണം കേട്ടോ. നമുക്ക് ഭയങ്കര കൂട്ടുണ്ട്, നമ്മൾ പിന്നെ അങ്ങനെ ആവും. എനിക്ക് അങ്ങനെ ഒരു കൂട്ടുണ്ടായി. അപ്പം ഞാൻ അതുകൊണ്ട് നമ്മൾ ഉഴപ്പി ക്ലാസ്സിൽ മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറുന്ന കുറവായിരുന്നു. അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എത്ര അങ്ങോട്ട് നമുക്ക് ഫുള്ളി ക്ലാസ് കട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കില്ല. അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉള്ളത് തന്നെ. അങ്ങനെ അതുകൊണ്ട് കുറേയൊക്കെ കയറാൻ ശ്രമിക്കും എന്നല്ലാതെ ഒരു സീരിയസ്നെസ്സും ഇല്ലായിരുന്നു. പക്ഷേ ഒരു മോഡലൊക്കെ ആയ സമയമാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എവിടുന്നോ സീരിയസ്നെസ് വന്നു. കാരണം ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, ഫസ്റ്റ് എക്സ്പോഷറാണ് യൂണിവേഴ്സിറ്റിനോടും മോഡലിനോടും. അപ്പം നമ്മൾ എന്തായാലും പഠിച്ചു പോകും. നമുക്ക് ആ പേടി കാരണം അപ്പോഴാണ് എനിക്ക് പേടി വരുന്നത്. അപ്പം ഞാൻ പഠിച്ചു. യൂണിവേഴ്സിറ്റിൻ്റെ ഒരു 2-3 മന്ത്സ് ബിഫോർ ആയിരിക്കും മോഡൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് ഒരു മോഡൽ കുറച്ച് കാലം ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ മോഡൽ പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു മാസം കിട്ടുമോ നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ മുന്നേ. അപ്പം ആ ഒരു സമയമൊക്കെ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കാരണമാണ് യൂണിവേഴ്സിറ്റിക്ക് എനിക്ക് അത്രയും സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പം ഞാൻ പറയുന്ന ഒരു വർഷം മൊത്തം ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു ടൈം നല്ല വൃത്തിക്ക് എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ എനിക്ക് പറ്റി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല മാർക്ക് കിട്ടി ചീത്ത മാർക്ക് കിട്ടിയെന്നല്ല, എനിക്ക് പാസ്സായാൽ മതി കേട്ടോ. ഞാൻ നല്ല മാർക്ക് കിട്ടി പാസ്സായെന്നല്ല ഞാൻ പറയണത്, ബട്ട് എനിക്ക് പാസ്സായാൽ മതിയായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഗ്രൂപ്പ് 2-ലേക്കായി. എന്നുവെച്ചാൽ യൂണിവേഴ്സിറ്റി പാസ്സാവുകയും ചെയ്തു. പക്ഷേ മറ്റേ സ്ഥലത്ത് നോക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുകയും ചെയ്തു എൻ്റെ ഫസ്റ്റ് ഇയർ മൊത്തം. അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്ക് ഒരു നഷ്ടം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വളരെ ഷോർട്ടായിട്ട് ഞാൻ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും പഠിച്ചെന്ന് പറയാം. ബയോകെമിസ്ട്രി ഞാൻ യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, ജംബുൽക്കർ സാറിൻ്റെ ചാനലുണ്ടായി. അപ്പോൾ അതിലെ വീഡിയോസായിരുന്നു മൊത്തം ഞാൻ ഏകദേശം കണ്ടത്. അതിലെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ നോട്ട്സൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നോട്ട്സ് ഉണ്ട്. ഞാൻ നന്നായി നോട്ട്സ് ചെയ്തു. നോട്ട്സ് ഫസ്റ്റ് ഇയറിൽ മൊത്തം ഞാൻ നോട്ട്സ് വെച്ചാണ് പഠിച്ചത്. ഞാൻ ആ ഒരു മോഡൽ തുടങ്ങിയ ശേഷം മൊത്തം എഴുതിയിട്ട് നോട്ട്സ് എഴുതി യൂണിവേഴ്സിറ്റി തലേന്ന് അത്ര എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. കാരണം ഫസ്റ്റ് ഇയർ ഒന്നും ഒരിക്കലും യൂണിവേഴ്സിറ്റി തലേന്ന് നമുക്ക് ഒറ്റയടിക്ക് ഫസ്റ്റായിട്ടൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. നമ്മൾ എഴുതി വെച്ച നോട്ട്സ് റിവൈസ് ചെയ്ത് പോകാൻ അതന്നെ നമ്മളോട് മറന്നു പോകും. അപ്പോൾ നോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കേസിൽ നോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ. ചില ആൾക്കാർക്ക് ചിലപ്പം ടെക്സ്റ്റിൽ തന്നെ അണ്ടർലൈൻ ഒക്കെ ചെയ്താൽ മതിയായിരിക്കും. അപ്പം ഞാൻ നോട്ട്സ് അനാട്ടമിക്കും അതേപോലെ നമുക്ക് എസ്സേസ് ഉണ്ടാവും കുറേ. ഇപ്പം ലിവർ അങ്ങനെ ഓരോ എസ്സേസ് ഉണ്ടാവും. ലിവർ ഓരോ ഓർഗൻസും ഓരോ മസിൽസൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഓരോന്നിനും ഓരോ പേജ് 1-2 പേജ് വെക്കുമായിരുന്നു. ഇപ്പം ലങ്സിനൊരു
ഇത്ര പേജ്, അങ്ങനെ ഒരു ചെറിയൊരു നോട്ട് ഉണ്ടായി. കാണുമ്പോൾ നമുക്ക് ചെറുതായി തോന്നും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മൈൻഡിനെ കളിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ചെറിയ നോട്ട് വാങ്ങും. ചെറിയ നോട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ കുറച്ചേ ഉള്ളൂ എന്നുള്ളതല്ലേ. ചെറിയ നോട്ടിൽ ഞാൻ കുറച്ച് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. 1-2 പേജിൽ ഒരു എസ്സേ അങ്ങനെ. അപ്പം എസ്സേസ് ഒക്കെ ഞാൻ അങ്ങനെ എഴുതി വെക്കാറുണ്ടായിരുന്നു. അനാട്ടമിയിൽ ബയോകെമിസ്ട്രി ഞാൻ പറഞ്ഞതുപോലെ ജംബുർക്കറിൻ്റെ വീഡിയോസ്, പിന്നെ DM വാസുദേവൻ വായിക്കായിരുന്നു. ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ DM വാസുദേവനാണ്. പിന്നെ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഫിസിയോളജിയാണ് ഏറ്റവും ലേറ്റായി പഠിച്ചു തീർന്നത് പറയാം. കാരണം എനിക്ക് അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാക്കാൻ കുറേ ടൈം എടുത്തു. ഞങ്ങൾക്ക് ലൈക്ക് നമ്മളെല്ലാവരും കൂടുതൽ പഠിക്കുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ GK പാലും ഗീതയാണ്. ഐ തിങ്ക് ഗീത കുറേ പേര് വായിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഗീത എനിക്ക് ഫസ്റ്റ് ഇയറിന് ആദ്യത്തെ ഒരു ഫേസ് തന്നെ മിസ്സായി. അപ്പം പിന്നെ ഞാൻ GK പാലാണ്, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് GK പാൽ തന്നായിരുന്നു, പഴയ GK പാൽ. അപ്പം ഞാൻ GK പാൽ കുറച്ച് വായിച്ചു. GK പാൽ ഞാൻ കുറച്ച് വായിച്ചിട്ട് എനിക്ക് അത് കുറേ ഉണ്ട്, GK പാൽ കുറേ ഉണ്ട്, 2 വോളുണ്ട് വലിയ. അപ്പോൾ എനിക്കത് എത്തുന്നില്ല വായിച്ചിട്ട്. പിന്നെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടി എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു ടീച്ചറിൻ്റെ അങ്ങ് ഒരു പ്രൈവറ്റ് വീഡിയോസ് ആക്കി ഇടൂലേ നമ്മൾ യൂട്യൂബ് ലിങ്ക് മാത്രം ഇടുന്ന വീഡിയോസ് ഉണ്ടാവില്ല, ഏതോ ഒരു മാമിൻ്റെ ക്ലാസ്സസ് അങ്ങനെ ഉണ്ടായി. വളരെ ഷോർട്ടായിട്ട് 2 മിനിറ്റൊക്കെ ഉണ്ടാവും ഓരോ ടോപ്പിക്കും. അങ്ങനെ ഭയങ്കര ക്രിസ്പായിട്ടുള്ളൊരു വീഡിയോസിൻ്റെ ഒരു സീരീസ് ഉണ്ടായി. അപ്പോൾ അതെനിക്ക് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ടായി. അത് സത്യം പറഞ്ഞാൽ ഫിസിയോളജിൻ്റെ എൻ്റെ ലൈഫ് സേവർ ആയിരുന്നു. കുറേ ചാപ്റ്റേഴ്സ് ഞാൻ അങ്ങനെ കണ്ടു. കാരണം അത് നമുക്ക് എക്സാമിന് തന്നെ എനിക്ക് നോട്ട്സ് വേണ്ടായിരുന്നു ഫിസിയോളജി. ഞാൻ ആ വീഡിയോസ് കാണായിരുന്നു. കാരണം അത് നോട്ട്സ് വായിക്കുന്നത് ഒരു ഈസിയായി തീരുമായിരുന്നു. ഭയങ്കര ക്രിസ്പായാണെങ്കിലും ഭയങ്കര ലൈക്ക് യൂണിവേഴ്സിറ്റീൻ്റെ കറക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പം അതെൻ്റെ ലൈഫ് സേവർ ആയിരുന്നു. അനാട്ടമി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത്. എനിക്ക് DK സാറിൻ്റെ DK അനാട്ടമി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ സാറിൻ്റെതാണ് ഞാൻ എസ്സേസ് ഒക്കെ എഴുതിയെടുക്കുമെങ്കിലും ആ സാറാണ് എനിക്ക് ബേസ്, ആ സാറിൻ്റെ ക്ലാസ്സസാണ് എനിക്ക് ബേസ് തന്നത് കേട്ടോ. പിന്നെ ഫിസിയോളജി ഇത് പറഞ്ഞ പോലെ ഞാൻ ഈ മാമിൻ്റെ ക്ലാസ്സും പിന്നെ ഫിസിക്കോണാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഫിസിക്കോണിൽ ഞാൻ ഫുൾ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെയായിരുന്നു പഠിക്കാറ്. ഫിസിക്കോണും കണ്ടൻസ് ചെയ്ത് നോട്ട് ഉണ്ടാക്കാൻ ഇനി ഇല്ല. അപ്പം അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കയറാൻ പോകുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഉള്ള ആളുകളോ ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഡെയിലി പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അന്ന് എൻ്റെ സീനിയേഴ്സൊക്കെ എന്നോട് പറഞ്ഞു തരാറുണ്ടായിരുന്നു, ഡെയിലി ഒരു എസ്സേ പഠിച്ചാൽ പോരെ, അതിനിപ്പം സമയം എന്താ പ്രശ്നം, ഡെയിലി ഒരു എസ്സേ പഠിക്കാൻ നോക്കൂ. സത്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യും, ഡെയിലി ഒരു എസ്സേ പഠിച്ചാൽ മതി. ഡെയിലി ഒരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സെഷനൽസ് അനുസരിച്ച് പഠിക്കും. അപ്പോൾ ഈ സെഷനൽസിന് വരാൻ പോകുന്ന ടോപ്പിക്കിനനുസരിച്ചുള്ള എസ്സേസ് ഇപ്പം പഠിക്കാം, അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറേ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് അനാട്ടമി മാത്രമെങ്കിലും പഠിച്ചാൽ മതി ഡെയിലി ഓരോ എസ്സേസ്. പിന്നെ സെഷനിൽ വരുമ്പോൾ ഭയങ്കര സീരിയസ് ആയിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു വീക്ക് മുന്നെങ്കിലും പഠിക്കാൻ തുടങ്ങുക. അന്നേരത്തേക്ക് ആ ഒരു എൻജോയ്മെൻറ്റും ആ ഒരു കളിയും ചിരിയൊക്കെ വിടുക. എന്ന് വെച്ചാൽ ഒരാഴ്ചയല്ലേ. കാരണം നിങ്ങൾ അവസാനത്തേക്ക് ഭയങ്കരമായി ബുദ്ധിമുട്ടും. എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല അവസാനം പഠിക്കുക എന്നുള്ള സംഭവം. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ തലേന്ന് തന്നെ പഠിച്ചാൽ മതിയായിരിക്കും. പക്ഷേ എല്ലാവരുടെയും ഒരു കാലിബറും എല്ലാവരുടെയും ഒരു തലക്കുള്ള കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടും ഒന്നല്ല. അപ്പം ബാക്കിയുള്ള ആൾക്കാർ പറയുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ പുഷ് ചെയ്യുന്നതിനനുസരിച്ച് ഒരിക്കലും പോകരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു മെത്തേഡിലേക്ക് ആവാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫണ്ടിനനുസരിച്ച് പോകാൻ വേണ്ടിയിട്ടോ നമ്മൾ കുറേ അവർ പോലും അറിയാതെ അവരെ പുഷ് ചെയ്യും. ചിലപ്പോൾ അവർ എന്താടോ താൻ വാടോ അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഈഗോ, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോകേണ്ട വെച്ചാൽ നമ്മളെന്താക്കും, നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാൻ എന്നെ പഠിച്ചിരിക്കും, അങ്ങനെ വിചാരിച്ച് നമ്മൾ പോവേണ്ടി വരും. പക്ഷേ സത്യം പറട്ടെ അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റി സമയത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാവും. അപ്പം ഒരിക്കലും അങ്ങനത്തെ വാക്കുകളിലൊന്നും പോവല്ലേ. ആ ടെമ്പററി ടൈമിലേക്ക് നമ്മൾ എന്താക്കും, ആ ഒരു ഓക്വേർഡ്നെസ് കളയാനോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിനോ പോവും. മേ ബി ആർക്കും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് പോകും. പക്ഷെ അവസാനം നമ്മൾ എന്നാ പെടാൻ പോകുന്നത്. അപ്പം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു അഡ്വൈസ് അതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കൂ. പിന്നെ അറ്റൻഡൻസ് നന്നായിട്ട് നോക്കണം. കാരണം ഓരോ കോളേജിലും ഓരോ പോലെയാണ്. പക്ഷേ അറ്റൻഡൻസ് നന്നായി നോക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനം നിങ്ങൾ ഒരു മോഡലിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റൻഷൻ കയറേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് മാർക്കും ഇല്ലെങ്കിൽ മോഡൽ മാർക്കില്ലെങ്കിൽ നിങ്ങൾ റെമഡിയിൽ എഴുതേണ്ടി വരും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായി മാനസികമായി ബാധിക്കും. അപ്പം ആ ഒരു മാനസികമായി ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതിലും ഭേദം. കാരണം എല്ലാവർക്കും അത് ഈക്വലി താങ്ങാൻ പറ്റണമെന്നില്ല. ആദ്യം ഇതൊക്കെ ഒന്ന് നന്നാക്കി വെച്ച ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം ഒരു എസ്സേ പഠിക്കുന്നതുകൊണ്ട് ഒരു വലിയ എഫേർട്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം അറ്റ്ലീസ്റ്റ് അതിന് മുകളിലൊന്നും ഇരുന്നാലെങ്കിലും മതി. നിങ്ങൾ എസ്സേ മൊത്തം പഠിച്ചിട്ടില്ലെങ്കിലും ഒരു വീഡിയോ എങ്കിലും യൂട്യൂബിൽ കാണുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ഞാൻ ഇത് പറയാൻ പറഞ്ഞു, അനാട്ടമിയിലെ ഒരു വീഡിയോ ഞാൻ കാണാറുണ്ടായിരുന്നു, ജോഹാരി MBBS. അതിന് കുറച്ച് തെറ്റുകളൊക്കെ എനിക്ക് എവിടെയൊക്കെ തോന്നാറുണ്ട്. മേ ബി അവിടെ പ്രൊനൗൺസിയേഷനോ അങ്ങനെയൊക്കെ എന്തൊക്കെ തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുണ്ടായി. പക്ഷേ
കണ്ടന്റിൽ എനിക്ക് അങ്ങനെ തെറ്റ് തോന്നിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ക്രോസ് ചെക്ക് ചെയ്യായിരുന്നു എപ്പോഴും, ബുക്ക് എടുത്ത് വെച്ചിട്ടായിരിക്കും പഠിക്കുക. ആ ഒരു ജോഹാരി MBBSന്റെ നല്ല വീഡിയോസാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സുഖമാണ്. essays ഒക്കെ കറക്റ്റ് ഓരോ വീഡിയോസാണ്. അതെന്നെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. അത് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് കണ്ടാൽ മതി. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു എസ്സേയുടെ വീഡിയോ കാണാം. അറ്റ്ലീസ്റ്റ് ആ ഒരു വീഡിയോ ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴും പഠിപ്പ് സെഷനിൽ പഠിക്കുമ്പോൾ ആദ്യം ചെല്ലല്ലോ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊക്കെ പഠിച്ചു വന്ന ആളുകളല്ലേ MBBSന്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് ആണ് പറഞ്ഞത്. ഒരിക്കലും ഇത് എൻ്റെ മെത്തേഡിലോട്ട് ഒരിക്കലും ആരും ഇൻസ്പയർഡ് ആവരുത്. ഞാൻ ഒരിക്കലും ഇൻസ്പയർഡ് ആവണം എന്ന് പറയാത്തൊരു കാര്യമാണിത്. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി എപ്പോഴും ട്രൈ ചെയ്യുക. ബാക്കിയുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസിൽ മയങ്ങി പോവാതിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.